ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം അങ്ങനെ ജീവിച്ചാലേ കാര്യമുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറെ സന്തോഷം പുറമേക്ക് കാണിച്ച് ഉള്ളിലെ മനസ്സ് നിറയെ വിഷമം കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു വിഷമം മാത്രമാണ് ഉണ്ടാവുക. അല്ലാതെ ഒരു സന്തോഷം നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ സാധിക്കണം എന്നില്ല. അപ്പോ നമ്മുടെ ജീവിതം എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ മാനസികമായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത്. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, NLP ട്രെയിനർ, സെലിബ്രിറ്റി ലൈഫ് കോച്ച്, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ. എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുക എന്നാണ് എല്ലാവരും കൂടുതലായിട്ട് ചോദിക്കുന്നത്. നമ്മളെപ്പോഴും ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഒരാളില് നമ്മളുടെ ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അതായത് മറ്റുള്ളവരാണ് നമ്മളുടെ സന്തോഷം നിയന്ത്രിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അതായത് നമ്മൾ എത്രത്തോളം സന്തോഷമുള്ള നിമിഷങ്ങള് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് സന്തോഷിക്കാനും പറ്റും. അല്ലാതെ അവര് മിണ്ടിയില്ല, ഇവര് മിണ്ടിയില്ല, അവര് വിളിച്ചില്ല, ഇവര് വിളിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം അവരെയൊക്കെ സ്നേഹിച്ചു, തിരിച്ചെന്നോട് യാതൊരു സ്നേഹവും അവർക്കില്ല, ഇതുപോലെ ഒരുപാട് ഒരുപാട് പരാതികൾ നമ്മൾ സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും തോന്നും. അത് തെറ്റൊന്നുമല്ല, നമ്മൾ അങ്ങനെയാണ്, നമുക്കതാണ് ആവശ്യം, നമുക്കതാണ് ആഗ്രഹം. മറ്റുള്ളവര് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. ഇതാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ എപ്പോഴും പറയാ. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും തിരിച്ച് എന്നോട് ഒരു തരി സ്നേഹം കാണിക്കുന്നില്ലല്ലോ. ചിലപ്പോ ആ വ്യക്തിയുടെ മനസ്സിൽ ധാരാളം സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവര് ചിലപ്പോ മറ്റു ചില വിഷമങ്ങളില് പെട്ടുപോയി കിടക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളോട് സ്നേഹം കാണിക്കാൻ പറ്റാതെ പോയേക്കാം. അതിന്റെ അർത്ഥം അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നുള്ളതൊന്നും അല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളോട് കുറച്ച് സ്നേഹം കാണിക്കാൻ കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവണം എന്നാണ്. അപ്പോ അതിന് പകരം നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഇപ്പൊ തന്നെ എഴുതി വെക്കാം. എന്നിട്ട് ഓരോ ദിവസവും ആ ആഗ്രഹങ്ങളും ആ ഇഷ്ടങ്ങളും ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ലൈഫ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങും. എപ്പോഴും നമ്മളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കാതെ പോയത്. എപ്പോഴും എങ്ങനെയാ നമ്മൾ മറ്റുള്ളവരെ ചിന്തിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവസാനം ചിലപ്പോൾ മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം, ഇത്രയൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും എന്നോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ലാലോ, എനിക്കൊരു വില കൽപ്പിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു വിലയുണ്ടോ? ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം അല്ലെ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാണോ? ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നിങ്ങളെ തന്നെ ഒന്ന് നോക്കി നോക്കുക. എന്നിട്ട് സ്വയം ഒന്ന് വിലയിരുത്തുക. പണ്ട് ഒരു 10 വർഷം മുമ്പ് ഉള്ള നിങ്ങളും ഇപ്പോ ഉള്ള നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സെൽഫായിട്ട് ശ്രദ്ധിക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. അത് എല്ലാ തരത്തിലും പല രൂപത്തില് പല ഭാവങ്ങളില് നിങ്ങളുടെ വായിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തും ചെയ്യും. അപ്പോ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയാവണോ, അതോ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. നമുക്ക് സാമ്പത്തികമായ ഉയർച്ച ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒന്നും തോന്നാത്തൊരവസ്ഥയിലേക്ക് വരാം. ഓക്കെ. അതുപോലെ തന്നെ ഹെൽത്ത് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ഇനി എങ്ങനെ എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മുന്നിലുണ്ടായിരിക്കും. ഈ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർഡ് വർക്ക് ആണോ അതോ സ്മാർട്ട് വർക്ക് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് പണം ലഭിക്കുന്നത്, അതിന്റെ സോഴ്സ്, നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തല് ആവശ്യമാണ്.
നിങ്ങളുടെ ജീവിതം എത്രത്തോളം ഉയരണം, എങ്ങനെ ജീവിക്കണം, എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാൻ ശ്രമിക്കേണ്ട. നിങ്ങൾക്കുള്ള ഇംപെർഫെക്ഷൻസ് അതെല്ലാം സ്വീകരിക്കുക. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇത്രയും കുറവുകളിലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു തീർക്കാം, എത്രത്തോളം എനിക്ക് നല്ല രീതിയിൽ ചെയ്തു തീർക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡില്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ വ്യക്തിയെ പോലെ ആവാനായിട്ടൊന്നും ശ്രമിക്കണ്ട. ആ വ്യക്തിക്കും ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഓർക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ ചുറ്റും ഉയർന്ന സ്ഥിതിയിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരെ പോലെ ആവണം. പക്ഷെ നമുക്കാണെങ്കിൽ കുറെ തടസ്സങ്ങൾ മുന്നിലേക്ക് വരും. അപ്പൊ നമ്മളുടെ മനസ്സിന് വരുന്ന ഒരു ഫ്രസ്ട്രേഷനും വിഷമവും ഡിപ്രഷനും ഇതൊക്കെ ആളുകളിലേക്ക് വരുന്നത് നിങ്ങൾ അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ആവണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളും അവരെ പോലെ അല്ലെങ്കിൽ അതിനും മുകളിലായിട്ട് എത്തുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കും. അത് 100% ഉറപ്പാണ്. നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ശരിയായ രീതിയിലാണെങ്കിൽ, നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടായിരിക്കും. നമ്മള് കടന്നു പോകുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അവരോട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സജഷൻ ചോദിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നും പറ്റാത്ത മാനസികാവസ്ഥയിലാണെങ്കിലും അവർക്ക് ശരിയായ രീതിയിൽ നിങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ സക്സസ്ഫുൾ ആവാം. ഇനി അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് മോഡിലേക്ക് പോവുക. സൈലൻസ് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. സൈലൻസ് മോഡിൽ ജീവിക്കാൻ തുടങ്ങുക. വേറൊന്നും കൊണ്ടുമല്ല, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാണ്ട് തെറ്റായ രീതിയിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു ഉത്തരം ലഭിക്കും. നീ ഇങ്ങനെ പോ, നീ ഇന്നതുപോലെ ചെയ്യേ, നിനക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ നീ ഒന്ന് വെറുതെ ചെയ്തു നോക്ക്, കിട്ടിയാലോ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സ് ഒരു ഉത്തരം തരും. ഇനി ഇതൊന്നും പറ്റണില്ല, സ്വയവും പറ്റണില്ല, സൈലൻസിലേക്കും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സജഷനും കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനും ശ്രമിക്കാം. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോല് നമ്മുടെ കൈകളില് ആയിരിക്കണം എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. ഒരു കാരണവശാലും മറ്റൊരാളായിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും വെളിച്ചവും തരുന്നത്. ഈ നിമിഷം മുതല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ശരിയായ രീതിയിലുള്ള സന്തോഷങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള മനോഹരമായ ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ സാധിച്ചതിന് ദൈവത്തിനും പ്രപഞ്ച ശക്തിക്കും നന്ദി. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഡെയിലി മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം ചേരാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.